അപ്പോൾ ജോബി, നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചു. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നൊക്കെ പഠിച്ചു. പക്ഷേ ഇതുവരെ നമ്മൾ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയ നമ്മൾക്ക് ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആദ്യം നോക്കിയത് ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ആ സയന്റിസ്റ്റിന്റെ പേര് ചാൾസ് അഗസ്റ്റിൻ കൂളും എന്നായിരുന്നു. അപ്പോൾ ചാൾസ് അഗസ്റ്റിൻ കൂളും എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് ആദ്യം ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സസിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അങ്ങേര് ഉപയോഗിച്ച ഒരു അപ്പാരറ്റസ് ഉണ്ട്. അതിന്റെ പേരായിരുന്നു ടോർഷൻ ബാലൻസ്, അല്ലെങ്കിൽ ടോർഷൻ പെൻഡുലം. ടോർഷൻ ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ബേസിക്കലി ഒരു ഫൈബർ, അതായത് ഒരു ഇതേമാതിരി ഒരു സ്ഥലത്ത് ഒരു ഫൈബർ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഫൈബറിന്റെ അറ്റത്ത് ഒരു നീഡിൽ, ഇതേമാതിരി നീഡിൽ, എന്നിട്ട് ആ നീഡിലിന്റെ ഒരറ്റത്ത് അല്ലെങ്കിൽ രണ്ടറ്റത്ത് ഒരു സ്ഫിയർ, മെറ്റാലിക് സ്ഫിയറോ അല്ലാതെ ഉള്ള സ്ഫിയറോ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മെറ്റാലിക് സ്ഫിയറിന്റെ അടുത്ത് നമ്മൾ വേറൊരു ചാർജ്ഡ് സ്ഫിയർ കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? അങ്ങനെ വേറൊരു ചാർജ് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? ഇതിനോട് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്, ഇതൊരു അൺചാർജ് സ്ഫിയർ ആണെന്ന് വെക്കുക, ഇതൊരു ചാർജ് സ്ഫിയർ ആണെന്ന് വെക്കുക. ഓക്കെ, ഇതിപ്പോ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഫിയർ ആണെന്ന് വെക്കുക, ഇത് അൺചാർജ് ആണ്. അപ്പോൾ ഇൻഡക്ഷൻ കാരണം ഇതിന്റെ അടുത്ത് നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യും, ഈ സ്ഫിയറിന്റെ പിന്നാലെ പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജസ് ഇതിന്റെ കൂടുതൽ അടുത്തായതുകൊണ്ട് ഇതിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ സ്ഫിയർ ഈ മറ്റേ സ്ഫിയറിന്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ എന്താ പറ്റുക? അപ്പൊ ഈ ഫൈബർ ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് എത്ര ട്വിസ്റ്റഡ് ആയി എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഫോഴ്സിന്റെ ഒരു ഐഡിയ കിട്ടാൻ പറ്റും. അതായത് ഈ മൊത്തം സാധനം ഒരു ഗ്ലാസ് കേസിന്റെ ഉള്ളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. കാരണം അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആണെങ്കിൽ കാറ്റിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ കാറ്റിന്റെ ഒന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ ഇതിനെ ഒരു ഗ്ലാസ് കേസിന്റെ ഉള്ളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇത് എല്ലാം കൂടി ഒരു ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഗ്ലാസ് കേസിന്റെ ആ ഗ്ലാസിന്റെ ചുറ്റും ഇതേമാതിരി ഒരു സർക്കുലർ സ്കെയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സർക്കുലർ സ്കെയിലിൽ ഇങ്ങനെ മാർക്കിങ്സ് ഉണ്ടാവും, അപ്പോൾ ഈ ട്വിസ്റ്റിംഗ് എത്രയാണെന്ന് നമുക്ക് ഈ സർക്കുലർ സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ചാൾസ് അഗസ്റ്റിൻ കൂളും ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് മെഷർ ചെയ്യാൻ നോക്കിയത്. ഇത് ഒരു വളരെ സെൻസിറ്റീവ് ഒരു അപ്പാരറ്റസ് ആണ്. ഈ ഫൈബർ ചെറിയൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഈ സാധനം ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഫൈബർ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ടോർഷൻ ബാലൻസിന്റെ ഒരു ബേസിക് ഐഡിയ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പക്ഷെ ഒരു ടോർഷൻ ബാലൻസിന്റെ ബേസിക് ഐഡിയ ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇങ്ങേര് ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് മെഷർ ചെയ്യാൻ നോക്കിയത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചത് ആദ്യം എന്താ കണ്ടുപിടിച്ചത് അറിയോ? ആദ്യം കണ്ടുപിടിച്ചത് ആ ചാർജസ് തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. നമ്മളിപ്പോൾ തൽക്കാലം ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുള്ളൂ. ഫോഴ്സ് ഒരു വെക്ടറാണെന്ന് നമുക്കറിയാം. ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സും ഒരു വെക്ടറാണ്. അത് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാതെ അത് വെക്ടറാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ചു, അതൊരു വെക്ടറാണെന്ന് കണ്ടുപിടിച്ചു. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഒക്കെ വെക്ടറാണെങ്കിൽ ഈ ഫോഴ്സും വെക്ടറാണെന്നൊന്നും അങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് ചാർജസ് തമ്മിലുള്ള ഫോഴ്സും ശരിയായ ഒരു വെക്ടറാണ്, വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ, വെക്ടർ അഡീഷൻ ലോസ് ഒക്കെ സാറ്റിസ്ഫൈ എന്നുള്ളതൊക്കെ എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ചതാണ്, അല്ലാണ്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ല. ഓക്കെ, അപ്പോ ഇപ്പൊ തൽക്കാലം നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ, ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോ കൂളും ആദ്യം കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാല് ഈ മാഗ്നിറ്റ്യൂഡ്, അതായത് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു
1/the distance between them squared. അതായത് ആറാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് 1/r²നോട് പ്രൊപ്പോർഷണൽ ആണ് ഈ എഫ്, അല്ലെങ്കിൽ എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² എന്നും പറയും. ഓക്കെ, ആർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതേമാതിരി സ്ഫിയർ ആണെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെയും സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിലൊക്കെ നമ്മളിപ്പോ ചാർജസ് തമ്മിലുള്ള ഫോഴ്സസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഓബ്ജക്ട്സിനെ പറ്റി പഠിച്ചില്ലേ മെക്കാനിക്സിലൊക്കെ. പോയിന്റ് ഓബ്ജക്ട്സിനെ പറ്റി പഠിച്ചമാതിരി ഇവിടെ നമ്മൾ പോയിന്റ് ചാർജസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഈ ചാർജസ് ഒക്കെ ഒരു ചാർജസിനൊക്കെ എല്ലാം ഈ ചാർജസിനൊന്നും വലിയ വോളിയം ഇല്ല. ഈ ചാർജസിനൊക്കെ നമ്മൾ പഠിക്കുന്ന ചാർജസിനൊക്കെ വോളിയം തീരെയില്ല. പോയിന്റ് ഓബ്ജക്ട്സ് ആയിട്ടുള്ള ചാർജസ് ആണെന്നാണ് നമ്മൾ ഇപ്പം അങ്ങനത്തെ ചാർജസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാക്ടിക്കലി അങ്ങനെയാണ്. പ്രാക്ടിക്കലി ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? അതായത് ഇപ്പോൾ ഒരു ഫൈനൈറ്റ് ഇതേമാതിരി ഒരു ഫൈനൈറ്റ് സൈസ് ഉള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കാം. ഇതേമാതിരി സൈസ് ഉള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ മുഴുവൻ ചാർജസ് ഉണ്ടെന്ന് വെക്കാം, ഇതിലൊക്കെ ചാർജസ് ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ ഇതിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിന്റെ വളരെ ദൂരെ പോകണം. ഇതിന്റെ വളരെ ദൂരെ പോകുമ്പോൾ ഈ പോസിറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും ഒക്കെ ഒരേ ദൂരത്തിലുള്ള മാതിരി നമുക്ക് തോന്നണം. വളരെ അടുത്ത് വന്നാൽ ഇതിപ്പോ ഇവിടെ വന്നാലുണ്ടല്ലോ ഈ പോസിറ്റീവ് ചാർജിന്റെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിന്റെ ദൂരവും ഈ പോസിറ്റീവ് ചാർജും വ്യത്യാസമുണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അല്ലേ? എത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വ്യത്യാസം ഈ പോസിറ്റീവ് ചാർജിന്റെയും ഈ പോസിറ്റീവ് ചാർജിന്റെയും തമ്മിലുള്ള വ്യത്യാസം അറിയാതിരിക്കണമെങ്കിൽ നമ്മൾ എവിടുന്നാ നോക്കണം എന്ന് വെച്ചാൽ ആ പോയിന്റ് ഇതിന്റെ ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട്, അതായത് ഈ ഓബ്ജക്റ്റിന്റെ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് വളരെ വലുതായിരിക്കണം. അപ്പൊ അതാണ് പ്രാക്ടിക്കലായിട്ട് പോയിന്റ് ചാർജസ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പോയിന്റ് ചാർജസിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർഡിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ്. കൂളും കണ്ടുപിടിച്ചു. അട്രാക്റ്റീവ് രണ്ട് അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ അത് റിപ്പൾസീവ് ഫോഴ്സ് ആയാലും ശരി അട്രാക്റ്റീവ് ഫോഴ്സ് ആയാലും ശരി ഈ ഡിസ്റ്റൻസിന്റെ 1/r² ആണ്, അല്ല ഈ ഡിസ്റ്റൻസ് സ്ക്വയർഡിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആ ഫോഴ്സ് എന്ന് എക്സ്പെരിമെന്റായിട്ട് കണ്ടുപിടിച്ചു. അത് എങ്ങനെ കണ്ടുപിടിച്ചത്? അതായത് ഇപ്പോൾ ഒരു ആർ എന്ന ഡിസ്റ്റൻസിൽ എഫ് മെഷർ ചെയ്യാം. എന്നിട്ട് ആറിനെ 2r ആക്കുക, ആറിനെ ഡബിൾ ആക്കുക. അപ്പൊ ഇവിടെ ആറിന് വരും 2r ആക്കിയാല് ഇവിടെ 1/4r² വരും അല്ലേ? അപ്പോ അതിന്റെ അർത്ഥം 6 ആയിരിക്കുമ്പോൾ മെഷർ ചെയ്ത ഫോഴ്സിന്റെ 1/4 ആയിരിക്കും ഡബിൾ ദ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് കിട്ടുന്ന ഫോഴ്സ്. അപ്പോ കൂളും ഇതാണ് മെഷർ ചെയ്തത്. ഈ ഫോഴ്സിന്റെ ഒരു ആബ്സല്യൂട്ട് വാല്യൂ ഒന്നും മെഷർ ചെയ്തില്ല, കമ്പാരിസൺ ആണ് ചെയ്തത്. പഴയ ഫോഴ്സും ഇപ്പോഴത്തെ ഫോഴ്സും കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഫോഴ്സ്, അതായത് ഡിസ്റ്റൻസ് ഡബിൾ ആക്കുമ്പോൾ ഫോഴ്സ് പഴയതിനെക്കാട്ടിലും 1/4 ആയി. അതായത് ഇപ്പൊ ഈ ടോർഷൻ ബാലൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തിരിയണത് ഇവിടുന്ന് ഈ സർക്കുലർ സ്കെയിലിൽ മെഷർ ചെയ്യാമല്ലോ. ആ തിരിയണത് 1/4 ആവും. അതായത് ഈ ഒരു ആർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മുടെ ഈ വയറ് അല്ലെങ്കിൽ ഈ ഫൈബർ എത്ര തിരിഞ്ഞോ അതിന്റെ 1/4 ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. അതായത് ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആക്കുമ്പോൾ ഇത് തിരിയണത് 1/4 ആവും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ഫോഴ്സ് 1/4 ആയി. ഓക്കെ, ഇനി ഇതേമാതിരി വേറെ ചാർജസ് വെച്ചിട്ട് ഇതേമാതിരി എക്സ്പെരിമെന്റ് ചെയ്തപ്പോ കൂളുമ്പോ വേറെ കാര്യം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പലതരം ചാർജസ് വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് ചെയ്യണം അല്ലേ? ആലോചിക്കുക, ആ സമയത്ത് ചാർജ് എന്താണെന്നും കൂടി ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ദ്രാവകം, അതായത് ഇപ്പോ ഒരു ഗ്ലാസ് റോഡിൽ സിൽക്ക് തുണി കൊണ്ട് വരയ്ക്കുമ്പോൾ അതിന്റെ മേലെ ആ ഗ്ലാസ് റോഡിന്റെ മേലെ വരുന്ന എന്തോ ഒരു ദ്രാവകം. അതേമാതിരി ഒരു കുന്തിരിക്കത്തിന്റെ ഒരു വടിയില് കമ്പിളി കൊണ്ട് വരയ്ക്കുമ്പോൾ
ആ കുന്തിരിക്കത്തിന്റെ മേലെ വരണ എന്തോ ഒരു ദ്രാവകം. അത്ര മാത്രമേ ഇവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. എന്നിട്ടും കൂടി ഒരു പലതരം ചാർജസിനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിരുന്നു. അതെങ്ങനെ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോ ഒരു സ്ഫിയറിനെ ചാർജ് ചെയ്തു അങ്ങേര്, ഇതേമാതിരി ഒരു മെറ്റാലിക് സ്ഫിയറിനെ അങ്ങേര് ചാർജ് ചെയ്തു. അപ്പോൾ ഈ മെറ്റാലിക് സ്ഫിയറിന്റെ മേലെ ക്യൂ ചാർജ് ഉണ്ടെന്ന് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതേമാതിരി എക്സാക്ട്ലി ഐഡന്റിക്കൽ വേറൊരു സ്ഫിയർ കൊണ്ടുവന്നിട്ട് ഇതിനെ മുട്ടിച്ചാൽ ആ രണ്ട് സ്ഫിയറിലും Q/2 ചാർജ് ആയിട്ട് മാറും. അതായത് ഇതേമാതിരി വേറൊരു മെറ്റാലിക് സ്ഫിയർ കൊണ്ടുവന്നിട്ട് ഈ ചാർജ് ചെയ്ത സ്ഫിയറിനെ തൊട്ടാൽ ഈ ചാർജ് ഇതിലേക്കും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്താ കാരണം ജോബി അങ്ങനെ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ? കാരണം ഏതെങ്കിലും ഒരു സ്ഫിയറിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ ആ സ്ഫിയറിന് എന്തെങ്കിലും പ്രത്യേകത വേണ്ടേ? ഇവിടെ പ്രത്യേകത ഇല്ലല്ലോ, രണ്ടും ഒരേമാതിരിയുള്ള സ്ഫിയർ അല്ലേ. അപ്പോൾ രണ്ട് സ്ഫിയർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചാർജ് ഒരു സ്ഫിയറിൽ കൂടുതൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചാർജ് രണ്ടിലേക്കും ഒരേമാതിരി പങ്കിടുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, ശരിയാണ്, അതന്നെ കാരണം. അപ്പോൾ ഇതേമാതിരിയുള്ള ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, ഇതിനെ സിമെട്രി ആർഗ്യുമെന്റ് എന്ന് പറയും. ഫിസിക്സിലെ സിമെട്രി ആർഗ്യുമെന്റ്സ് നമ്മൾ ധാരാളം ഉപയോഗിക്കും. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ സിമെട്രി ആർഗ്യുമെന്റ്സ്, വളരെ എലഗന്റ് ആണ്. അപ്പോൾ ഈ സിമെട്രി ആർഗ്യുമെന്റ് വെച്ചിട്ട് രണ്ട് ഐഡന്റിക്കൽ സ്ഫിയേഴ്സിനെ ഒരു സ്ഫിയറിന്റെ മേലെ Q ചാർജ് ഉണ്ടെങ്കിൽ ആ സ്ഫിയറിനെ വേറൊരു അൺചാർജ്ഡ് ഐഡന്റിക്കൽ സ്ഫിയർ വെച്ച് തൊട്ടാൽ ആ ചാർജ് ഈ രണ്ട് സ്ഫിയറിലും ഈ ചാർജ് രണ്ട് സ്ഫിയറിലും ഒരേമാതിരി സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളത് സിമെട്രി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ജോബി പറഞ്ഞ മാതിരി ഒരു സ്ഫിയറിൽ കൂടുതൽ ചാർജ് ഉണ്ടാവണമെങ്കിൽ ആ സ്ഫിയറിന് വല്ല പ്രത്യേകത വേണം. അങ്ങനെ ഇല്ല, രണ്ടും ഐഡന്റിക്കലാണ്. അത് കാരണം ഒരു പ്രത്യേകത ഇല്ലാത്തതുകൊണ്ട് ഈ ചാർജ് ഈക്വലായിട്ട് രണ്ടിലും സ്പ്ലിറ്റ് ആവും. ഓക്കെ, പിന്നെ ഇതേ സിമെട്രി വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഫോഴ്സ്, ഇതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഫോർമുലയിൽ ഈ Q1ഉം Q2ഉം ഇതേമാതിരി തുല്യ പങ്ക് വെക്കുന്നതായിട്ട് വരണമെന്ന് നമുക്ക് സിമെട്രി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഫോർമുലയിൽ F is proportional to Q1 Q2 എന്നല്ലേ. അപ്പൊ അതായത് ഈ ചാർജ് Q1നും Q2നും ഈ ഫോർമുലയില് തുല്യ പങ്കാളിത്തമാണ്, ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ്. അതും നമുക്ക് സിമെട്രി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ Q1 Q2ന് പകരം ഇപ്പോൾ Q1² Q2 ആണെന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ചോദിക്കില്ല, എന്താണ് Q1ന്റെ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. Q1ഉം Q2ഉം തമ്മിൽ ഏതോ രണ്ട് ചാർജാണ്. Q1 ഒരു ചാർജ്, Q2 വേറൊരു ചാർജ്, അല്ലാതെ വേറെ ഒരു പ്രത്യേകതയും Q1ഉം Q2ഉം തമ്മില്ല. അപ്പൊ ഇതേമാതിരി ഫോർമുല വരണമെങ്കിൽ Q1ന് എന്തോ പ്രത്യേകത ഉണ്ടാവണം. ഇല്ലെങ്കിൽ Q1 Q2² എന്നുള്ള ഫോർമുല വരണമെങ്കിൽ Q1 Q2² എന്നുള്ള ഫോർമുല വരണമെങ്കിൽ Q2ന് എന്തെങ്കിലും പ്രത്യേകത വരണം. അങ്ങനെ ഒരു പ്രത്യേകതയും ഇല്ല. രണ്ട് ആർബിട്രറി ചാർജസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഓക്കെ, അവരുടെ ചാർജ് വ്യത്യാസമുണ്ട്, പക്ഷെ അത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തു അല്ലേ നമ്മൾ. ഈ ചാർജ് വേറെ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തു. അതിന് പുറമെ ഈ ഫോർമുലയില് ഈ രണ്ട് ചാർജിനും തുല്യ പങ്കാളിത്തം വരണം എന്നുള്ളത് ഒരു സിമെട്രിന്റെ ഒരു ആവശ്യമാണ് അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല ഇതെന്താ ഇതിങ്ങനെ, ഈ ചാർജിന് എന്താ പ്രത്യേകത, Q1ന് എന്താ പ്രത്യേകത, എങ്ങനെ വന്നാല് ഇവിടെ എങ്ങനെ വന്നാല് ഫോർമുല ഇങ്ങനെ വന്നാൽ എന്താണ് Q2ന്റെ പ്രത്യേകത എന്നുള്ള ചോദ്യം പറ്റില്ലേ. ഒരു പ്രത്യേകതയും ഇല്ല. ഈ Q1ഉം Q2ഉം തമ്മിൽ ഒരു പ്രത്യേകതയില്ല, പ്രത്യേകതയും ഇല്ല. രണ്ടും വേറെ വേറെ ചാർജ് എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോ ഇതേമാതിരി ഈ ഫോർമുലയില് ഈ Q1ഉം Q2നും ഈക്വൽ കോൺട്രിബ്യൂഷൻ വരണമെന്ന് ഒരു തരം സിമെട്രി ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, ഇനി ഇതേമാതിരി തുല്യ പങ്കാളിത്തമുള്ള വേറെ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. ഫോർ എക്സാമ്പിൾ
Q1 പ്ലസ് Q2 എന്ന് ഈ Q1 Q2 വരെ Q1 പ്ലസ് Q2 ആണെങ്കിലോ ഇതിനും തുല്യ പങ്കാളിത്തമാണ്. പക്ഷെ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ. ഈ Q1 Q2 ഉള്ള ഫോർമുലയിലെ ഏതെങ്കിലും ഒന്ന് 0 ആയാലേ ഫോഴ്സ് 0. അത് അങ്ങനെ തന്നെയല്ലേ വരാൻ വഴിയുള്ളൂ. ഇപ്പോ ഒരു ചാർജ് 0 ഇല്ലെങ്കിൽ ഒരു ചാർജ് ഡിസപ്പിയർ ചെയ്തു പറഞ്ഞാൽ മറ്റേ ചാർജിന്മേലെ ഫോഴ്സ് ഉണ്ടാവില്ല. അത് നമുക്കറിയാം, അത് ശരിയാവണം, അത് ശരിയായിരിക്കുന്ന. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏതെങ്കിലും ഒരു ചാർജ് 0 ആയാലും കൂടി ഫോഴ്സ് 0 ആവില്ല. ഇവിടെ Q1 Q2 ഏതെങ്കിലും 0 ആയാലും ഈ പ്രോഡക്റ്റ് 0 ആവും. ഇവിടെ അങ്ങനെയല്ല. Q1 0 ആയാലോ Q2 0 ആയാലോ തനിയെ 0 ആയാലോ ഈ സമ്മ് 0 ആവില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ചാർജ് പോയാലും കൂടി മറ്റേ ചാർജിന് മേലെ ഫോഴ്സ് ഉണ്ടെന്നല്ലേ അർത്ഥം. അത് വിഡിത്തോണം അല്ലേ. അപ്പൊ ഇത് ശരിയല്ല. ഇല്ലെങ്കിൽ അതേമാതിരി തന്നെ ഈ Q1 മൈനസ് Q2 ഇതും ശരിയല്ല. ഇതേ ആർഗ്യുമെന്റിൽ നമുക്ക് ഇതും ഇങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാം. അതേമാതിരി തന്നെ Q1 ബൈ Q2 ഇതിനൊക്കെ തുല്യ പങ്കാളിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ Q2 ബൈ Q1 ഇതൊന്നും വാലിഡ് അല്ല. പക്ഷേ തുല്യ പങ്കാളിത്തമുള്ള വാലിഡായ ഫോർമുലയൊക്കെ നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് Q1 Q2 ഇൻറ്റു Q1 പ്ലസ് Q2 എന്നുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ഫോർമുലയാണ് ഈ ഫോർമുലയിൽ അല്ല ഈ ഫോഴ്സിന്റെ ഫോർമുലയിൽ വരണമെന്ന് വെക്കാം. ഓക്കെ, ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല. Q1 0 ആയാലോ Q2 0 ആയാലോ ഇത് 0. ഇതേമാതിരി ഇതിൽ പറഞ്ഞ മാതിരി പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പൊ ഇതേമാതിരി നമുക്ക് എടുക്കാൻ പറ്റുന്നതും തിയററ്റിക്കലായിട്ട് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ ഫോർമുലാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ഇതേമാതിരി Q1 Q2 ഈക്വൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഇതേമാതിരി ഫോർമുലാസ് നമുക്ക് കുറെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അവസാനം നമ്മുടെ ഡിസിഷൻ എക്സ്പെരിമെന്റിലാണ് ബേസിസ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അൾട്ടിമേറ്റ്ലി എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഫോർമുല ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ എക്സ്പെരിമെന്റ് പ്രകാരം ഇതൊന്നുമല്ല ഫോർമുല, വെറും Q1 Q2 ആണ് ഫോർമുല എന്ന് കൂളുംബ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സിമെട്രി വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡിസിഷൻ എക്സ്പെരിമെന്റിനാണ് ഡിസിഷൻ. ഓക്കെ, അപ്പോ ഈ തുല്യ പങ്കാളിത്തം Q1-നും Q2-നും ഉണ്ടാവണം എന്നുള്ളതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഓക്കെ, അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എന്താണ്, ആക്ഷൻ and reaction are equal and opposite. Action and reaction are equal and opposite എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതായത് ആക്ഷനും റിയാക്ഷനും ഷുഡ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമ്മളിപ്പോൾ ഡയറക്ഷനെ പറ്റി സംസാരിക്കുന്നില്ല, കാരണം ഡയറക്ഷനെ പറ്റി നമ്മൾ പിന്നെ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആക്ഷനും റിയാക്ഷനും ഷുഡ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. അതായത് Q1 കൊണ്ട് Q2-ന്റെ മേലെയുള്ള ഫോഴ്സും Q2 കൊണ്ട് Q1-ന്റെ മേലെയുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. ഇതേമാതിരി ഫോർമുല വന്നാൽ അത് അങ്ങനെയല്ലേ വരുള്ളൂ ഇല്ലേ. Q1-ന്റെ മേലെ Q2-ന്റെ ഫോഴ്സ് Q1 Q2-നോട് പ്രൊപ്പോർഷൻ ആണെന്ന് വെക്കുക. അതേമാതിരി തന്നെ Q2-ന്റെ മേലെ Q1-ന്റെ ഫോഴ്സ് അതും Q1 ഇൻറ്റു Q2-നോട് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇതേമാതിരി ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയി ഇരിക്കുന്ന ഒരു, അതായത് Q1-നും Q2-നും തുല്യ പങ്കാളിത്തമുള്ള ഒരു ഫോർമുലയിൽ ന്യൂട്ടൺസ് ലോ ഓട്ടോമാറ്റിക് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ന്യൂട്ടൺസ് തേർഡ് ലോയിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ വെറും സിമെട്രി വെച്ചിട്ട് നമ്മുടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഫോർമുലയിൽ Q1-നും Q2-നും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഇതേമാതിരിയുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ആ ന്യൂട്ടൺസ് തേർഡ് ലോന്റെ ആർഗ്യുമെന്റും വളരെ ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് ആണ്. കാരണം ഇതുകൊണ്ടാണ് നമുക്ക് ഈ ന്യൂട്ടൺസ് തേർഡ് ലോ കൊണ്ടാണ് ഒരു വെരി ഫേമസ് അല്ല വെരി ഇമ്പോർട്ടന്റ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് കിട്ടണത്. എന്താണത് ജോബി? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അതെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുറെ ചാർജസ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വയ്ക്കാം. ഒരു കളക്ഷൻ ഓഫ് ചാർജസ്. ഈ ചാർജസ് തമ്മിൽ ഉള്ള ഫോഴ്സസ്
തമ്മിലുള്ള ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാലേ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ഇന്റേണൽ ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ഇന്റേണൽ ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്താലേ ഇതിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കൺസേർവ്ഡ് ആവുള്ളൂ. അതായത് ഇപ്പോൾ ഇതേമാതിരി ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ ഇരിക്കേണ്ടെന്ന് വെക്കാം, അതിപ്പോ സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കണമെന്ന് വെക്കാം. അതായത് ഈ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് എവിടെയും പോവാതെ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് വെക്കാം. അതായത് അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയും പോവാതെ അവിടെ തന്നെ ഇരിക്കണമെന്ന് വെക്കാം. അപ്പൊ പെട്ടെന്ന് ഷൂ എന്ന് പറഞ്ഞിട്ട് ഈ ബണ്ടിൽ ഓഫ് പാർട്ടിക്കിൾസ് ഷൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ അത് ഭയങ്കര അത്ഭുതമാകൂല്ലേ? നമ്മുടെ കൺസർവേഷൻ ലോസ് ഒക്കെ വയലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അതൊക്കെ എന്താ കാരണം? അതൊക്കെ ഇതേമാതിരി ന്യൂട്ടൺസിന്റെ തേർഡ് ലോ പ്രകാരം തമ്മിലുള്ള ഇന്റേണൽ ഫോഴ്സസ് ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഇതേമാതിരി ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിനെ മൊത്തമായിട്ട് ഇങ്ങനെ ഇളക്കണമെങ്കിൽ, ഇതിനെ മൊത്തമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ വെളിയിൽ നിന്നൊരു ഫോഴ്സ് വരണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരണം. അല്ലാണ്ട് ഈ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനോ റിപ്പൾഷനോ കൊണ്ട് ഈ കളക്ഷൻ എവിടെയും പോവില്ല, അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ. അതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ഇതൊക്കെ വെരി ഫണ്ടമെന്റലാണ്. ന്യൂട്ടൺസ് ലോസിനെക്കാട്ടിലും ഫണ്ടമെന്റലാണ്. അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഈ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു റിക്വയർമെന്റ് ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ് കൂടുതൽ ഫണ്ടമെന്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചിരിക്കുന്നത്? ചാർജസ് തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2, directly proportional to Q1 Q2, and inversely proportional to the square of the distance between them. ഈ 1/r² നമ്മൾ ഗ്രാഫായിട്ട് വരയ്ക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കും അറിയോ? ഇതാ, ഇത് R കേട്ടോ. ഈ R എന്ന് പറയുന്നത് ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതേമാതിരി സ്ഫിയേഴ്സ് ആണെങ്കിൽ ആ സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് 1/r². അപ്പൊ ആ 1/r² ഗ്രാഫ് ഇതെങ്ങനെ ഇരിക്കും? അതായത് ഇവിടെ ഇങ്ങനെ അത് R കൂടുന്തോറും അത് 0യിലേക്ക് പോകും. R 0യിലേക്ക് പോകുന്തോറും ഈ 1/r² ഗ്രാഫ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതായത് രണ്ട് ചാർജ് കൂടുതൽ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് വളരെ പെട്ടെന്ന് 1/r² ആണ് കേട്ടോ. 1/r ഏകദേശം ഇതുമാതിരി ആയിരിക്കും, പക്ഷെ 1/r-നെക്കാട്ടിലും 1/r² കൂടുതൽ പെട്ടെന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, അതേമാതിരി തന്നെ R ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/r² പെട്ടെന്ന് 0യിലേക്ക് വരും. ഓക്കെ, 1/r² പെട്ടെന്ന് അത് 0യിലേക്ക് പോകും. അതായത് അപ്പൊ അതാ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. ഇൻഫിനിറ്റ് റേഞ്ച് ആണെങ്കിലും കൂടി R കൂടുന്തോറും പെട്ടെന്ന് 0യിലേക്ക് പോകും. പെർഫെക്റ്റ് 0 ആവില്ല. പെർഫെക്റ്റ് 0 ആവണമെങ്കിൽ R ഇൻഫിനിറ്റി ആണ്, അല്ലേ? ഈ 1/r² 0 ആവണമെങ്കിൽ R ഇൻഫിനിറ്റി ആണ്. പക്ഷെ എന്നാലും പെട്ടെന്ന്, അതായത് ഇതിപ്പോ R 2R ആവുമ്പോ F 1/4 ആയി. ഓക്കെ, ഇതേമാതിരി ഇപ്പൊ R 4R ആവുമ്പോഴോ, അപ്പോ R-നെ നമ്മള് 4R ആക്കണമെന്ന് വെക്കാം, 4 ഇരട്ടി ആക്കണമെന്ന് വെക്കാം. അപ്പൊ ഇവിടെ R-ന് പകരം 4R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ F ഈസ് ഈക്വൽ ടു F എന്ത് പറ്റും? F പഴയ F-ന്റെ 1/16 ആവും, ഇല്ലേ? ഇവിടെ R-ന് പകരം 4R ഇട്ടാല് 4² 16. അപ്പോ പുതിയ F പഴയ F-ന്റെ 1/16 ആവും. ഓക്കെ, അപ്പോ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് is proportional to the product of the charges, directly proportional to the product of the charges, and inversely proportional to the square of the distance between them. നമ്മൾ ഇപ്പോഴും മാഗ്നിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫോഴ്സസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ മാത്രമേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ.
രണ്ട് ഫോഴ്സും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് R2R ആക്കുമ്പോൾ എങ്ങനെ എഫ് മാറുന്നു എന്നൊക്കെ നമ്മൾക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എഫിൻ്റെ ഒരു ആബ്സല്യൂട്ട് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഈ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്കറിയണം. അതായത് ഈ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R² എന്ന് വെച്ചാൽ ദർ ഇസ് സം പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ്, സേ അതിന്റെ പേര് K ആണെന്ന് വെക്കാം. F is equal to K into Q1 Q2 by R² എന്ന് ഈ പ്രൊപ്പോർഷനാലിറ്റിയെ നമുക്ക് ഇങ്ങനെ എഴുതാം. K എന്താണ്? K പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ ഈ എഫിന് ഒരു അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഈ കോൺസ്റ്റന്റ് അറിയണം. അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി കമ്പാരിസനെ പറ്റുള്ളൂ. ആറിനെ ഇരട്ടിയാക്കിയാൽ ഫോഴ്സ് 1/4 ആവും. ആറിനെ 4 ഇരട്ടിയാക്കിയാൽ ഫോഴ്സ് വന്നിട്ട് 1/16 ആവും. അതേമാതിരി Q1നെ പകുതിയാക്കിയാൽ ഫോഴ്സ് പിന്നെയും പകുതിയാവും. Q1നെ ഡബിൾ ആക്കിയാൽ ഫോഴ്സ് ഡബിൾ ആവും. അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്താണ് ആക്ച്വൽ വാല്യൂ ഓഫ് ദ ഫോഴ്സ് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് അറിയാം. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം.